Hello, welcome to Precise for Civil Engineers. Fluid Mechanics in part 1 video ആണ് ഇന്ന് ചെയ്യുന്നത്. Geotechnical Engineering, Structural Analysis, പിന്നെ Strength of Materialsന്റെ Important Questions and Detailed Explanations ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോസ് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is a flow called when the depth of water in a channel is greater than critical depth? Shooting flow, torrential flow, critical flow and streaming flow. Question പറഞ്ഞിരിക്കുന്നത് depth of water in a channel is greater than critical depth എന്നാണ്. Critical depth എന്താണെന്ന് നോക്കാം. Critical depth എന്ന് പറയുന്നത് it is a depth of flow at which specific energy is minimum. Specific energy എന്ന് പറയുന്നത് it is the energy per unit weight with respect to channel bottom ആണ്. അപ്പോൾ specific energy is h plus v square by 2g. v square by 2g is the velocity head. Critical flow എന്ന് പറയുന്നത് it is a flow corresponding to critical depth ആണ്. രണ്ട് കേസാണുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് when the depth of flow is greater than critical depth ആണ്. അപ്പോൾ ആ കേസിനെ പറയുന്നതാണ് subcritical flow or streaming or tranquil flow where the Froude's number is less than 1. Froude's number എന്ന് പറയുന്നത് ഒരു dimensionless number ആണ് which is equal to square root of inertial force to gravitational force. Application of Froude's number എന്ന് പറയുന്നത് open channel flowയുടെ കേസിലാണ്. Second case എന്ന് പറയുന്നത് when depth of flow is less than that of critical depth. It is also known as supercritical or torrential or shooting flow. ഈ കേസിൽ ഫ്രോഡ്സ് നമ്പർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇനി ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്രോഡ്സ് നമ്പർ വിൽ ബി ഈക്വൽ ടു 1. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് വെൻ ദ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ എ ചാനൽ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ട്രാങ്ക്വിൽ ഓർ സ്ട്രീമിംഗ് ഫ്ലോ വിച്ച് ഈസ് ഓപ്ഷൻ ഡി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡെപ്ത് ഓഫ് വാട്ടറിൻ്റെ ചാനൽ ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ വന്നേനെ. അതിൻ്റെ വേറെ പേരാണ് ഷൂട്ടിംഗ് അഥവാ ടൊറൻഷ്യൽ ഫ്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ട്രീമിംഗ് ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ഇറ്റ്സ് ഇംപെല്ലർ ഓഫ് 50 cm diameter at the inlet and it rotates at 1200 rpm. The tangential velocity of the impeller at the inlet is. Tangential velocity is pi dn by 60. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു 0.5 ഇൻറ്റു n എന്ന് പറയുന്നത് 1200 rpm by 16 വരുന്നു. അപ്പോൾ ആൻസർ 10 പൈ എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് കറക്റ്റ് ആൻസേഴ്സ്. ഇപ്പോൾ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്ന പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കെപ്ലാൻ ടർബൈൻ ആൻഡ് ബങ്കി ടർബൈൻ. അപ്പോൾ ലിസ്റ്റ് 2 കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ടർബൈൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ ആക്ഷൻ ഓഫ് വാട്ടർ ഓൺ മൂവിംഗ് ബ്ലേഡ്സ് ടർബൈൻസിനെ നമ്മൾ റിയാക്ഷൻ ടർബൈൻ എന്നും ഇമ്പൾസ് ടർബൈൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഓഫ് വാട്ടർ ഈസ് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. അവിടുത്തെ മറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ഹെഡും ലോ ഡിസ്ചാർജും ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് പെൽട്ടൺ വീൽ ടർബൈൻ ആണ്. വെറസ് റിയാക്ഷൻ ടർബൈൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആൻഡ് മിക്സഡ് ഫ്ലോ ടർബൈൻ. റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനിൽ മീഡിയം ഹെഡും മീഡിയം ഡിസ്ചാർജും ആയിരിക്കും. വെറസ് ഇൻ ആക്സിയൽ ഫ്ലോ ലോ ഹെഡ് ആൻഡ് ഹൈ ഡിസ്ചാർജ് ആൻഡ് ഇൻ മിക്സഡ് ഫ്ലോ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റേഡിയൽ ആൻഡ് ആക്സിയൽ ഫ്ലോ ടർബൈൻസ്. എക്സാമ്പിൾ ഓഫ് റേഡിയൽ ഫ്ലോ ടർബൈൻ നോക്കാം. ഓൾഡ് ഫ്രാൻസിസ് ആൻഡ് ഓൾഡ് തോംസൺ ആണ് വിച്ച് ഇസ് ആൻ ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. വേറസ് ഫോർനയോൺ ടർബൈൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. ഇനി ആക്സിയൽ ഫ്ലോ ടർബൈൻ്റെ എക്സാമ്പിൾ കപ്ലാൻ ആൻഡ് പ്രൊപ്പല്ലർ ടർബൈൻ ആണ്. ആൻഡ് ഇഫ് ദ വെയിൻസ് ആർ മൂവിംഗ് ഇറ്റ് ഇസ് കപ്ലാൻ ടർബൈൻ, ഇഫ് ദ വെയിൻസ് ആർ ഫിക്സ്ഡ് ദേ ആർ പ്രൊപ്പല്ലർ ടർബൈൻ. ഇനി മിക്സഡ് ഫ്ലോ ടർബൈൻ്റെ എക്സാമ്പിൾ വരുന്നത് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പെൽട്ടൺ നമുക്ക് ലിസ്റ്റ് 1 നോക്കാം. പെൽട്ടൺ ടർബൈൻ എന്ന് പറയുമ്പോൾ അതൊരു മിക്സഡ് ഫ്ലോ ടർബൈൻ അല്ല. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇമ്പൾസ് ടർബൈൻ ആണ്, ടാൻജൻഷ്യൽ ഫ്ലോ ആണ്.
മാത്രമല്ല അവിടെ ഹൈ ഹെഡും ലോ ഡിസ്ചാർജും ആണ്. അപ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് 2-ലെ 2 അല്ല 3 അല്ല, അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നത്. അപ്പോൾ എയുമായിട്ട് മാച്ച് ചെയ്യുന്നത് നോ ഡ്രാഫ്റ്റ് ട്യൂബാണ്. ഇനി അടുത്തത് ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് മിക്സഡ് ഫ്ലോ ടർബൈൻ്റെ എക്സാമ്പിളാണ് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ ബിയുമായിട്ട് മാച്ച് ചെയ്യുന്നത് 1 ആണ്. അടുത്തത് കെപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ ഫ്ലോ ടർബൈനാണ്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ഹെഡും ഹൈ ഡിസ്ചാർജും ആണ്. അപ്പോൾ സിയുമായിട്ട് മാച്ച് ചെയ്യുന്നത് 2 ആണ്. അപ്പോൾ സി 2 ആയിട്ട് മാച്ച് ആവും. അടുത്തത് ബങ്കി ടർബൈൻ എന്ന് പറയുന്നത് ഹൈ ഹെഡും ഹൈ ഡിസ്ചാർജും ആണ്. അപ്പോൾ 3 മാച്ച് ആവും. അപ്പോൾ ഇതിലെ ഓപ്ഷൻ സി ആണ് 4, 1, 2, 3. ഓക്കെ, മെറ്റാ സെന്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റാ സെന്റർ ഈസ് ഓപ്ഷൻസ് വായിക്കാം. സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ഫ്ലൂയിഡ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് buoyant force and gravitational force, center of pressure of the displaced volume of fluid, and the point of intersection of buoyant force and the center line of the body. മെറ്റാ സെന്റർ നമ്മൾ കാണുന്നത് ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിലാണ്. അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ നമ്മളൊരു സ്മോൾ ടിൽറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ ബോഡി ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അബൌട്ട് എ പെർട്ടിക്കുലർ പോയിന്റ്. ആ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. Meta center is also defined as the point at which the line of action of the force of buoyancy will meet the normal axis of the body when it is given a small angular displacement. അതിനെയാണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് buoyant force and the center line of the body. 5th question നോക്കാം. The loss of head due to velocity of water at the outlet of the pipe is. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സിറ്റ് ഓഫ് ദ പൈപ്പിൻ്റെ കേസിൽ ഇവിടെ വരുന്ന ലോസ് ഓഫ് ഹെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b²/2g ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കേസ് നോക്കാം. അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ്, ഈ കേസിൽ വരുന്ന ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് ഹാഫ് അല്ലെങ്കിൽ 0.5 b²/2g ആണ്. വേറസ് ഇഫ് സഡൻ എക്സ്പാൻഷൻ ഓർ എൻലാർജ്മെൻറ്റ് സംഭവിക്കുന്ന കേസിൽ ഇവിടെ വരുന്ന ലോസ് ഇൻ ഹെഡ് എന്ന് പറയുന്നത് v1 - v2² ആണ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സഡൻ കോൺട്രാക്ഷൻ വരുന്ന കേസിൽ ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഈസ് 0.5 v2²/2g. ഇനി ഡ്യൂ ടു ബെൻഡ്, ഹെഡ് ലോസ് ഡ്യൂ ടു ബെൻഡ് എന്ന് പറയുന്നത് k × v²/2g, വെർ k is a coefficient of bend and v is the velocity of flow through the pipe. ഇനി ലോസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ വരുന്ന ലോസ് ഇൻ ഹെഡ് എന്ന് പറയുന്നത് v²/2g × a/A - small a cc - 1². ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പൈപ്പും സ്മോൾ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ഒബ്സ്ട്രക്ഷനുമാണ്. cc is a coefficient of contraction. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ 2-dimensional flow, the stream function psi is 2xy. The velocity of the point at 3,6 is. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ psi എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രീം ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ വിൽ ഗീവ് ദ വെലോസിറ്റി ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് സ്ട്രീം ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ∂ψ/∂x എന്ന് പറയുന്ന -vയും ∂ψ/∂y ഈസ് ഈക്വൽ ടു u. ഇനി ക്വസ്റ്റ്യനിൽ സ്ട്രീം ഫംഗ്ഷൻ psi എന്ന് പറയുന്നത് 2xy എന്നാണ് കൊടുത്തിരിക്കുന്നത്. xy എന്ന് പറയുന്നത് 3,6 ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ∂ψ/∂x ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് -v ആണ് കിട്ടുന്നത്. ഇപ്പോൾ v എന്ന് പറയുന്നത് -2y എന്ന് വരുന്നു. അടുത്തത് ∂ψ/∂y ചെയ്തപ്പോൾ നമുക്ക് u കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 2x. ഓക്കെ, നമ്മളതിൽ xyക്ക് 3,6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് v എന്ന് പറയുന്നത് യുവിന് 6 എന്നും വിക്ക് -12 എന്നും കിട്ടുന്നു. അപ്പോൾ വെലോസിറ്റി കിട്ടാനായിട്ട് നമ്മൾ റിസൾട്ടൻറ്റ് ചെയ്യുന്നു √u² + v², വിച്ച് ഇസ് ഈക്വൽ ടു 13.42. ഓപ്ഷൻ ഡി ആണ് വരുന്നത് 13.42. സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ബോത്ത് ആർ സ്കെയിലാർ ഫംഗ്ഷൻസ്. സ്ട്രീം ഫംഗ്ഷൻ psi എന്ന് പറയുന്നത് ജനറലി 2-dimensional ഫ്ലോയിലാണ് നമ്മൾ എടുക്കുന്നത്. മാത്രമല്ല പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ വിൽ ഗീവ് ദ ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഇനി വെലോസിറ്റി പൊട്ടൻഷ്യൽ psiയും
സൈഡ് കേസിൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ at any direction will give the velocity, fluid velocity in the same direction. So minus dou phi by dou x is u and minus dou phi by dou y is v. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ഫംഗ്ഷനും പൊട്ടൻഷ്യൽ വെലോസിറ്റി പൊട്ടൻഷ്യലും നോക്കാം. വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ കേസ് നോക്കുമ്പോൾ if velocity potential phi exists, that means the flow is irrotational, and if the phi satisfies Laplace equation or continuity equation, then the flow is steady, incompressible and irrotational. Continuity equation എന്ന് പറയുന്നത് dou u by dou x plus dou v by dou y plus dou w by dou z ആണ്, which is equal to 0 ആണ് continuity equation. അപ്പോൾ അതിൽ u v w നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou square phi by dou x square plus dou square phi by dou y square plus dou square phi by dou z square is equal to 0 എന്ന് വരും. അതായത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ when it satisfies ലാപ്ലേസ് ഇക്വേഷൻ then the flow is steady, incompressible and irrotational. അടുത്തത് സ്ട്രീം ഫംഗ്ഷൻ psi. സ്ട്രീം ഫംഗ്ഷൻ psi എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ the flow is rotational or irrotational. If it satisfies Laplace equation, then the flow is irrotational. Okay, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The block of wood 2 meter long, 2 meter wide, 1 meter deep is floating horizontally in water. If the density of wood is 800 kg per meter cube, then volume of water displaced ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്ലോക്ക് ഓഫ് വുഡാണ്. അതിൻ്റെ ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി, ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ വെയിറ്റ് ഓഫ് ദ ബോഡി തന്നെ ആയിരിക്കും അതിൻ്റെ ബോയിങ് ഫോഴ്സും. ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ദ വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ബോഡിയുടെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട് 2 meter ലോങ്, 2 meter വൈഡ് ആൻഡ് 1 meter ഡീപ്പ്. അതിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് ബോഡി കിട്ടുന്നു. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് റോ ജി ഇൻറ്റു വോളിയം ഓഫ് ബോഡിയാണ്. സോ റോ ഇസ് എ ഡെൻസിറ്റി ഓഫ് ബോഡി. അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 800 kg per meter cube, 800 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് ബോഡി 2 × 2 × 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെയിറ്റ് ഓഫ് ബോഡി 3200 g എന്ന് കിട്ടുന്നു. ഇനി വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് റോ ജി ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 1000 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. സിൻസ് വെയിറ്റ് ഓഫ് ദ ബോഡി സെയിം ആസ് ഓഫ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്, അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3200 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു 1000 g ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് കിട്ടുന്നു 3.2 meter cube. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്, 3.2 meter cube. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഷാഫ്റ്റ് ടേൺസ് അറ്റ് 150 rpm under a torque of 1500 Newton meter, then the power transmitted is, അതാണ് ക്വസ്റ്റ്യൻ. പവർ എന്ന് പറയുന്നത് 2 pi nt/60 ആണ്, which is equal to 2 pi into 1500 into 150/60. അപ്പോൾ ആൻസർ 7500 pi watt എന്ന് കിട്ടുന്നു, which is equal to 7.5 pi kilowatt. ഓപ്ഷൻ സി. 9th question. The depth of flow at which specific energy is minimum is called. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയതായിരുന്നു. ക്രിട്ടിക്കൽ ഡെപ്ത് ആണെന്ന് നമ്മൾ അവിടെ കണ്ടതാണ്. ബാക്കി ടേംസും കൂടെ നോക്കാം. എന്താണ് നോർമൽ ഡെപ്ത്? നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ കറസ്പോണ്ടിങ് ടു യൂണിഫോം ആൻഡ് സ്റ്റഡി ഫ്ലോ. അതിനെയാണ് നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഡെപ്ത് ഇറ്റ് ഈസ് എ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓൾട്ടർനേറ്റ് ഡെപ്ത് ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കതിനെ സ്പെസിഫിക് എനർജി കർവ് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കർവ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഫോർ മിനിമം സ്പെസിഫിക് എനർജി ദ ഡെപ്ത് കറസ്പോണ്ടിങ് ടു മിനിമം സ്പെസിഫിക് എനർജി ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഡെപ്ത്, YC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി
ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ഇ രണ്ട് ഡെപ്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫിഗറിൽ. ദർ ആർ 2 ഡെപ്ത്. ദീസ് ആർ നോൺ ആസ് ഓൾട്ടർനേറ്റ് ഡെപ്ത്. ആൻഡ് ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് H1 ആൻഡ് H2 ആണ്. വെറസ് 1 ഡെപ്ത്, അതായത് H2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും ദ അതർ വൺ H1 എന്ന് പറയുന്നത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും ആണ്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ഡെപ്തും എന്താണെന്ന് മനസ്സിലായി. അടുത്തത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജീസ് മിനിമം എന്നാണ്. അത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ റീഡിംഗ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷർ ദാറ്റ് ഈസ് മെഷർഡ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ് അബ്സല്യൂട്ട് പ്രഷർ. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലായിട്ട് മെഷർ ചെയ്തിരിക്കുന്നത് പ്രഷർ മെഷർഡ് എബവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗേജ് പ്രഷർ ആൻഡ് ദ വൺ മെഷർഡ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് വാക്വം പ്രഷർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വാക്വം പ്രഷർ. ഓക്കെ, ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രഷർ, വെറാസ് വാക്വം പ്രഷർ ഇറ്റ്സ് എ നെഗറ്റീവ് പ്രഷർ. പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് തരുന്ന പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആയിരിക്കും. അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഗേജ് പ്രഷർ പ്ലസ് വാക്വം പ്രഷർ. സോ ഇവിടെ ഓപ്ഷൻ ബി നമ്മൾ നോക്കി വാക്വം പ്രഷർ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.